അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ PSC ചെയർമാൻ പ്രതിക്കൂട്ടിലോ. UGC അംഗീകാരം ഇല്ലാത്ത ഡിഗ്രിക്ക് തുല്യതയുണ്ടെങ്കിൽ ആർക്കും ഗവൺമെൻറ് ജോലി നേടാം. വെറും ടിഷ്യൂ പേപ്പറായ തുല്യതാ സർട്ടിഫിക്കറ്റ് വെച്ച്. PSC ചെയർമാൻ ഉത്തരവ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് വിവരാവകാശ രേഖ പ്രകാരം പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് പുതിയ ഉത്തരവ് വരുമ്പോൾ പഴയ സർക്കുലർ അവർ നോട്ടിഫിക്കേഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു? ഇത് ചിന്തിക്കേണ്ട കാര്യമാണ്. സെപ്റ്റംബർ 26/9/2025 പുതിയ ഉത്തരവ് മുക്കി 2018 പഴയ PSC ഉത്തരവ് ഇപ്പോൾ വിളിക്കുന്ന ഡിഗ്രി തലത്തിലെ എല്ലാ ജോലികൾക്കും നോട്ടിഫിക്കേഷനിൽ PSC ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് 2025 ഇറക്കിയ ഉത്തരവ് ഇട്ടിട്ടില്ല? പുതിയ ഉത്തരവ് ഇറക്കുമ്പോൾ പഴയ ഉത്തരവിന് പ്രസക്തിയില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പഴയ ഉത്തരവാണ് PSC ഇപ്പോഴും ഇട്ടിരിക്കുന്നത്. കേരള PSC വിവരാവകാശ രേഖയിൽ ഇങ്ങനെ പറയുന്നു: 2015 അധ്യയന വർഷം മുതൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകളുടെ ഡിഗ്രി യോഗ്യതകൾക്ക് UGCയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ DEB അംഗീകാരമില്ലെന്ന വിവരം റിക്രൂട്ട്മെൻറ്റ് വിഭാഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നു. വിദൂര വിദ്യാഭ്യാസം മുഖേനയുള്ള യോഗ്യത സ്വീകാര്യത നിർണ്ണയിക്കുമ്പോൾ UGCയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ DEB വെബ്സൈറ്റ് പരിശോധിച്ച് കോഴ്സുകൾക്ക് അംഗീകാരം ഉറപ്പുവരുത്തേണ്ടതാണെന്നും 26/9/2025 തീയതിയിലെ AB 3/5000/2018 KPSC നമ്പർ ഫയലിൽ ഉത്തരവിനാൽ അടിസ്ഥാനത്തിൽ പ്രസ്തുത വിവരം എല്ലാ വിഭാഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. എനിക്കിതിൽ പറയാനുള്ളത് ഉത്തരവുമായി ഫയൽ നമ്പരുമായി. ഈ കാര്യത്തിൽ PSC ഇറക്കിയ ഓർഡർ PSC മെമ്പർമാരുടെ കയ്യിൽ മാത്രം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഉത്തരവ് കയ്യിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് വകുപ്പിൻ പ്രകാരമാണ് 5 മാസമായിട്ട് ഇവർ ഉത്തരവ് അവരെ കയ്യിൽ തന്നെ വെച്ചിരിക്കുന്നത്? വെളിയിൽ വിടാത്തത് എന്തുകൊണ്ടാണ്? സെപ്റ്റംബറിൽ ഇറക്കിയ ഉത്തരവ് ജനുവരി ആയിട്ടും പുറത്തു വന്നിട്ടില്ല. ഇത് അർഹതയില്ലാത്തവരെ സംരക്ഷിക്കാൻ PSC കുട പിടിച്ചു കൊടുക്കുകയാണ് എന്ന് ഉറപ്പായി പറയാം. 2024 സുപ്രീം കോടതി ഉത്തരവിൽ കോടതി പ്രത്യേകം എടുത്തു പറയുന്നു: UGC ചട്ടം പാലിക്കാത്തത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പായാലും സർവകലാശാലകളായാലും സർക്കാരായാലും അത് ഭരണഘടനാ ലംഘനമെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ലിസ്റ്റ് ചെയ്ത പ്രതിയായ UGC അംഗീകാരമില്ലാത്ത ഭാരതിയാർ ഉൾപ്പെടെ സർവകലാശാലയുടെ ഉത്തരവാണ് PSC മുക്കിയിരിക്കുന്നത്. PSC ഉത്തരവ് മുക്കിയത് കാരണം അർഹതയില്ലാത്തവർക്ക് വഴിവെട്ടിക്കൊടുത്തിരിക്കുകയാണ് PSC ചെയ്തിരിക്കുന്നത്. അർഹതയുള്ളവരെ തടയുകയും ചെയ്യുന്നു. PSC 2015 മുതൽ 2025 വരെ അണ്ണാമല ഒഴികെ UGC അംഗീകാരമില്ലാത്ത എല്ലാ സർവകലാശാലകളിലും പഠിച്ചവർക്ക് ജോലി നൽകിയിട്ടുണ്ട് തുല്യതയുടെ മറവിൽ. എന്തുകൊണ്ട് 2022-ലും 2023-ലും 2024-ലും PSC UGC ചട്ടം പാലിച്ച് പൊതു ഉത്തരവ് ഇറക്കിയില്ല? 2025 ഇറക്കിയ ഉത്തരവാകട്ടെ PSC മുക്കുകയും ചെയ്തു. അടിയന്തരമായി വിദ്യാർത്ഥികൾ കേരള ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്യണം. PA-യിൽ ഫയൽ ചെയ്യണം. PSC ഇറക്കിയ AB 3/5000/2018 KPSC നമ്പർ ഫയലിലെ ഉത്തരവ് മുക്കിയതിനെതിരെ വിദ്യാർത്ഥികളെല്ലാവരും ശക്തമായി പ്രതിഷേധിക്കുക. അല്ലാത്ത പക്ഷം UGC അംഗീകാരമുള്ള ഡിഗ്രി എനിക്കുണ്ട്, PSC എഴുതിയാൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നവർ വെറും മണ്ടന്മാരായി കൊണ്ടിരിക്കും. PSC എഴുതുന്നവരെല്ലാം ലക്ഷക്കണക്കിന് പേര് മണ്ടന്മാരെന്നാണ് PSCയുടെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഉത്തരവ് ഇറക്കിയിട്ട് വേണ്ടപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി PSC മുക്കി വച്ചിരിക്കുന്നത്. PSC ചെയ്ത തെറ്റുകൾ: 1 ഭരണഘടനാ ലംഘനം, 2 ആർട്ടിക്കിൾ 14 ലംഘനം, 3 മൗലികാവകാശ ലംഘനം, 4 കോടതിയെ ചീറ്റിയൽ, കോടതി വിധി ലംഘിക്കൽ, 5 PSC എഴുതുന്നവരെ വഞ്ചിക്കൽ. കോടതിയെ ഈ വിഷയം അറിയിക്കുക എല്ലാവരും. PSCയുടെ വിശ്വസ്തതയാണ് ഇതിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. PSC ഉത്തരവ് പൂഴ്ത്തി വച്ചിരിക്കുന്നത് സംബന്ധിച്ച് മിക്ക മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. PSC ചെയർമാനോ PSC മെമ്പർമാരോ അതിനെക്കുറിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല, പ്രസ് മീറ്റ് നടത്തിയിട്ടില്ല. 2015 മുതൽ രാജ്യത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വിദൂര വിദ്യാഭ്യാസ ബിരുദം പൂർത്തിയായവർക്ക് UGCയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരം ഉണ്ടാകില്ല എന്നതായിരുന്നു ഉത്തരവ്. ഭാരതിയാർ, ഭാരതിദാസൻ, പെരിയാർ, മദ്രാസ്, അണ്ണാമലൈ, മധുരൈ കാമരാജ്, അളഗപ്പ അടക്കമുള്ള സർവകലാശാലകളിൽ നിന്ന് വിദൂര വിദ്യാഭ്യാസം പൂർത്തിയായവർക്ക് ഉത്തരവ് ബാധകമാവുകയും ചെയ്യും. ഈ നിർണായക നിർദ്ദേശങ്ങൾ അടങ്ങിയ ഉത്തരവ് ഇതുവരെ PSC ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ഒരുപറ്റം വിദ്യാർത്ഥികളുടെ ആരോപണം. ഉത്തരവ്
ഉത്തരവ് പരസ്യപ്പെടുത്തി നടപ്പിലാക്കിയാൽ ഈ സർവകലാശാലകളിൽ നിന്ന് ബിരുദമെടുത്ത് സർവീസിൽ കയറിയവർക്കും ഇത് ബാധകമാക്കും. 2025 സെപ്റ്റംബർ 25 PSC പുറപ്പെടുവിച്ച ഉത്തരവാണ് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ മാധ്യമങ്ങളിലൂടെയോ പുറത്തുവിടാതെ പൂഴ്ത്തിവെച്ചത്. 2015 അധ്യയന വർഷം മുതൽ ഭാരതിയാർ അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വിദൂര വിദ്യാഭ്യാസം മുഖേന ഡിഗ്രി നേടിയവർക്ക് UGCയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരം ഉണ്ടാകില്ല. ഈ വിവരം റിക്രൂട്ട്മെന്റ് വിഭാഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നിർദ്ദേശിച്ചായിരുന്നു PSCയുടെ ഉത്തരവ്. വിദൂര വിദ്യാഭ്യാസം മുഖേനയുള്ള യോഗ്യതകളുടെ സ്വീകാര്യത നിർണ്ണയിക്കുമ്പോൾ UGC വെബ്സൈറ്റ് പരിശോധിച്ച് കോഴ്സിന് അംഗീകാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണെന്നും PSC ചെയർമാന്റെ ഉത്തരവിൽ പറയുന്നു. ഭാരതിയാർ, പെരിയാർ, ഭാരതിദാസൻ, മദ്രാസ്, അണ്ണാമലൈ, മധുരൈ കാമരാജ്, അളഗപ്പ ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കും ഉത്തരവ് ബാധകമാണ്. ഉദ്യോഗാർത്ഥികൾ വിവരാവകാശ അപേക്ഷ നൽകിയതോടെയാണ് ഉത്തരവിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവന്നത്. ഉത്തരവ് പൂഴ്ത്തിവെച്ച നടപടി ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ പഠനം പൂർത്തിയാക്കി സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് കനത്ത പ്രഹരമായി മാറും. ഇക്കാലയളവിൽ ഇത്തരം യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി ഉപയോഗിച്ച് താൽക്കാലിക ജോലി നേടിയവരെയും സ്ഥാനക്കയറ്റം നേടിയവരെയും സംരക്ഷിക്കാനുള്ള PSCയുടെ നീക്കമാണ് ഉത്തരവ് പൂഴ്ത്തിയതിന് പിന്നിൽ എന്നാണ് ആക്ഷേപം. ഫയൽ ഉത്തരവോ നിർദ്ദേശമോ ഇല്ലാതെ സാധാരണയായ ഉത്തരവുകൾ പ്രസിദ്ധീകരിക്കാറില്ല എന്നാണ് PSCയുടെ വിചിത്രവാദം. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2024 മാത്രം 76 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികളാണ് PSC മുഖാന്തരമുള്ള വിവിധ തസ്തികകളിലേക്ക് അപേക്ഷകൾ സമർപ്പിച്ചത്. UGC മാനദണ്ഡമില്ലാത്ത സർവകലാശാലകളിലെ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾ ഈ കണക്കിൽപ്പെടും. ഇത്രയും പ്രാധാന്യമർഹിക്കുന്ന ഉത്തരവ് പൂഴ്ത്തിവെച്ചത് മൂലം നിരവധി ഉദ്യോഗാർത്ഥികളുടെ ഭാവിയാണ് PSC തുലാസിലാക്കുന്നത്. വ്യാജ ബിരുദങ്ങളിൽ നിയമനം തുടരാൻ ഒരുങ്ങുകയാണ് PSC. സംസ്ഥാനത്തെ സർവകലാശാലകളുടെ തുല്യതാ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ ജോലി നൽകാമെന്നാണ് വീണ്ടും വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകാൻ യൂണിവേഴ്സിറ്റികൾക്ക് അധികാരമില്ല എന്നിരിക്കെയാണ് PSCയുടെ ഈ നീക്കം. വിദൂര വിദ്യാഭ്യാസ ബിരുദങ്ങൾക്ക് UGC അംഗീകാരം കർശനമാക്കിയ ഉത്തരവ് പൂഴ്ത്തിയതിലും PSC ഒളിച്ചുകളി തുടരുകയാണ്. ഡിസംബർ 30 പുറത്തിറക്കിയ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ തസ്തികയ്ക്കുള്ള നോട്ടിഫിക്കേഷനിൽ പറയുന്നത് സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചതോ യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ച മറ്റു കോഴ്സുകൾ പഠിച്ചവർക്കോ അപേക്ഷിക്കാമെന്നാണ്. തസ്തികയുടെ ഈ വിശേഷാൽ ചട്ടത്തിന് ബലം പകരാൻ തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന 2018 നിയമവിരുദ്ധ ഉത്തരവും PSC എടുത്തു. സംസ്ഥാന സർവകലാശാലകളുടെ ഓപ്പൺ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകൾക്കാണ് കേരളത്തിൽ നിയമവിരുദ്ധമായി തുല്യതാ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്. UGC അംഗീകാരമുള്ള ഏത് സർവകലാശാല ബിരുദത്തിനും ഒരു സംസ്ഥാനത്ത് തുല്യതാ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നത് ഭരണഘടനാ വിരുദ്ധമെന്നാണ് ഇഗ്നൌ കേസിലെ ഹൈക്കോടതി നിരീക്ഷണം. ഭാരതിയാർ, പെരിയാർ തുടങ്ങിയ സർവകലാശാലകളുടെ UGC അംഗീകാരമില്ലാത്ത ഓപ്പൺ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകൾക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകാനും രാജ്യത്തെ ഒരു സർവകലാശാലയ്ക്കും അധികാരമില്ല. ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സർവകലാശാലകളുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുന്ന വിജ്ഞാപനം UGC അംഗീകാരമില്ലാത്ത വ്യാജ ബിരുദങ്ങളുള്ളവർക്ക് നിയമനം നൽകാനാണെന്നാണ് ആക്ഷേപം. PSC നിയമങ്ങൾക്ക് UGC മാനദണ്ഡങ്ങൾ കർശനമാക്കി 2025 സെപ്റ്റംബർ 25 PSC ഉത്തരവിറക്കിയിരുന്നു. വിദൂര വിദ്യാഭ്യാസ ബിരുദങ്ങളുടെ ആധികാരികത UGCയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ വെബ്സൈറ്റിൽ പരിശോധിച്ച് ഉറപ്പിക്കണമെന്നായിരുന്നു ഉത്തരവ്. എന്നാൽ ഈ ഉത്തരവ് പൂഴ്ത്തിയ ശേഷമാണ് 2018 നിയമവിരുദ്ധ ഉത്തരവ് വീണ്ടും ഉപയോഗപ്പെടുത്തുന്നത്. അതായത് ഒരു വശത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ UGC ചട്ടങ്ങൾ അട്ടിമറിക്കപ്പെടുന്നതിന് PSC തന്നെ വഴിയൊരുക്കുന്നു. മറുവശത്ത് സ്വന്തം ഉത്തരവ് തന്നെ മറച്ചുപിടിച്ച് ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളെ വഞ്ചിക്കുകയും ചെയ്യും. ഇപ്പോൾ PSCയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഉത്തരവ് ഇറക്കിയിട്ടും മുക്കുകയും ചെയ്തു. മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ഓടി നടക്കുകയാണ് PSC ഇപ്പോൾ ചെയ്യുന്നത്. തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ് PSC ഇപ്പോൾ ചെയ്യുന്നത്. UGC അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് PSC ജോലി എഴുതി സ്വപ്നം കണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് പേരെ PSC മൂഞ്ചിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ പറ്റിക്കുകയാണ് PSC ചെയ്യുന്നത്. ഏത് കള്ളബിരുദം ഉണ്ടെങ്കിലും തുല്യത ഉണ്ടെങ്കിലും PSC സർക്കാർ ജോലി തരും.